ഇന്ന് പെരിന്തൽമണ്ണ കൂടെ തെണ്ടി കിടക്കാൻ രണ്ടാളും കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ശരിക്കും ഞങ്ങൾ വീഡിയോ ഒന്നും ഉണ്ടാക്കാന്നുള്ള പ്ലാനിൽ ഇറങ്ങിയല്ല. ഞങ്ങൾ വെറുതെ വണ്ടിൻ്റെ ടയർ ചെയ്യാമെന്നും കുറച്ച് സമയം അങ്ങാടി കൂടെ കറങ്ങി നടക്കാമെന്നും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയാണ്. നമുക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ കാണിക്കൂട്ടോ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. പെണ്ണെന്താ അങ്ങാടി കൂടെ കറങ്ങിയിട്ട് തോന്നിയേ? നല്ലൊരു നമ്മളത് ഒരു മുതൽ കച്ചിലുണ്ടായപ്പോൾ അത് കൊണ്ടുനടക്കാൻ അതിൻ്റെ ഓക്ക് തിന്നാൻ ഓക്കന്മാർ ഇതിന് തിന്നാൻ കൊടുക്കണ്ടേ. ഓളച്ചാരം ഓക്ക് മാത്രം തിന്നാൽ മതി. ഇതിന് ടയർ വേണം, ഇതിനെന്തെല്ലാം ചെലവ് കൊണ്ട് കൊണ്ടുനടക്കണമെങ്കിൽ. 3 വർഷമായിട്ട് നമ്മളെ കൂടെ ഓളെക്കാളും ഞാൻ സ്നേഹിച്ചിൻ്റെ കൂടെ നിൽക്കുന്ന സാധനമാണിത്. കുണ്ടിലും കുഴിയിലും കൊണ്ടുപോയി ചാടിക്കാതെ അൽഹംദുലില്ലാ. ഓളും വണ്ടി ഒരേ മാതിരിയാണ്, നമ്മളൊപ്പമുണ്ട് കട്ടക്ക് അല്ലേ? ഹലോ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ചുമ്മാ പുറത്തുകൂടെ കറങ്ങി കിടക്കല്ല, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടാനുണ്ട് കേട്ടോ. എല്ലാം ഇപ്പോൾ കാണിച്ചു. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയ്ക്ക് പോയതായിരുന്നു കേട്ടോ. പെരിന്തൽമണ്ണയ്ക്ക് പോകാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിൻ്റെ 2 ടയർ ചെയ്യാണ്ടായിരുന്നു. 2 ടയറും അവിടെ അയച്ചു കൊടുത്തു. ശേഷം ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ഭക്ഷണം കഴിക്കാൻ നേരെ ഹോട്ടലിൽ പോയൊന്നും നോക്കിയില്ല. നല്ല നാടൻ ചോറ് തന്നെ മതി എന്ന് പറഞ്ഞ് പെണ്ണു. അപ്പോൾ ഞാനും അത് തന്നെ ആക്കി. അങ്ങനെ ഒരു ആകൂലിൻ്റെ കഷ്ണം എടുത്തു, 2 നാടൻ ചോറും പറഞ്ഞ്. പക്ഷേ അടിപൊളി കറികൾ കേട്ടോ. മീൻ അച്ചാർ, മീൻ കറി, തേങ്ങ അരച്ച നല്ല കഷ്ണമീൻ്റെ കറി, നല്ല പപ്പടം, അപ്പേരി, അച്ചാർ, ചമ്മന്തി, എല്ലാ ഐറ്റംസുകളും, അവിയൽ, പേരിക്കൂട്ടാൻ, എല്ലാ സംഗതികളും കേട്ടോ. മാഷാഅല്ലാഹ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. റേറ്റ് ഒന്നും നോക്കണ്ട, നല്ല സൂപ്പർ ഫുഡ്. ഞങ്ങളെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ എന്തൊക്കെ ഐറ്റംസ് നോക്കിക്കണം നിങ്ങൾ. അടിച്ചപൊളി സാധനം കേട്ടോ. മീൻ്റെ അച്ചാർ, അതൊക്കെ ഒരു അടിപൊളി സാധനമാണ്. അത് തേങ്ങരച്ച മീൻകറി, അപ്പേരികൾ എല്ലാം അടിപൊളി ഫുഡെല്ലാം തട്ടിയിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ട് വേഗം നമ്മൾ പോയിട്ട് എന്ത് ചെയ്തു, നമ്മളെ റിസോർട്ടിൻ്റെ അവിടെ പോയി അവിടെയൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് നേരെ നമ്മൾ അടുത്തുള്ള ഹൈലൈറ്റ് മാൾ കയറിയപ്പോൾ അവിടെ ഓണപ്പരിപാടിയുടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചെറിയൊരു വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ അകത്ത് കയറി. നമ്മുടെ പൊന്നിനൊരു ചെറിയ ഉടുപ്പൊക്കെ എടുത്തിട്ടോ നമ്മൾ അവിടുന്ന് നേക്കിൽ. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഉടുപ്പൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ മുകളിലേക്ക് കയറി. അവിടുന്ന് ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ട് അവിൽ മിൽക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിൽ മിൽക്കാക്കി. പെണ്ണിന് അത് മതി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചല്ല, അതിൻ്റെ പുറകേട്ടത് ചുമ്മാ കയറിയിരുന്ന് കഴിക്കുകയാണ്. വൈകുന്നേരം ആവും ചെയ്തപ്പോഴേക്കും സമയം. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ച് ഒരുപാട് സംസാരിച്ച് അവിടെ ഇരുന്ന് സമയം പോണ്ടേ. 4 മണിക്കൂർ 5 മണിക്കൂറോളം സമയം ചിലവഴിക്കണ്ട. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ 1 മണിക്ക് ശേഷം ടയർ കൊടുത്തായിരുന്നു. പിന്നെ അത് 6 മണിക്ക് ശേഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇച്ചിരി അവിൽ മിൽക്കെല്ലാം കഴിച്ച് അവിടെ ഇരുന്നു കുറേ സമയം. സംഭവം നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം. മൊത്തത്തിലാകെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കട്ടെ നമ്മുടെ നാട്. ഹൈലൈറ്റ് മാളിൽ കയറുമ്പോൾ അവിടെ ഒന്നും ആരുമില്ല, വളരെ മോശം, കസ്റ്റമറില്ല. എല്ലാ സ്ഥാപനങ്ങളും ചുമ്മാ ഇങ്ങനെ തുറന്ന് വെച്ചോണ്ട് കുറേ സ്ഥാപനങ്ങൾ അടച്ചു പോയിട്ടോ, അടഞ്ഞു കിടക്കുന്നുണ്ട് കുറേ സ്ഥാപനങ്ങൾ. ആളുകളൊക്കെ ആകെ എന്തൊക്കെയോ ഒരു അങ്കലാപ്പിലാണ് ഇപ്പോൾ. മേഖല മൊത്തം എല്ലാ ബിസിനസ് മേഖലകളും കീഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം എന്നറിയില്ല. എന്തായാലും നമ്മളൊക്കെ വളരെ ജാഗരൂകരായിരിക്കണം. കാരണം ബംഗാളികൾ ഭായിമാർ ഭരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടത്. സകല സെക്യൂരിറ്റികളും ഭായിമാരാണ്, സകല സ്റ്റാഫുകളും ഭായിമാരാണ്. എന്തേ നമ്മൾ ചിന്തിക്കാത്ത മക്കളെ? നമ്മുടെ നാട്ടിൽ നമുക്ക് എന്തുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് നല്ല രീതിയിൽ സമ്പാദിച്ചുകൂടാ എന്ന് എല്ലാവരും ചിന്തിക്കുക. മനുഷ്യന്മാരെ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ സമ്പാദ്യം മൊത്തം പുറത്തേക്ക് ഒഴുകുകയാണ് ഗേസ്. അപ്പോൾ മുത്തുമണികളെ ഇന്നത്തെ പരിപാടിയാണിത്. 2 ടയർ നമ്മൾ റീബിൽഡ് ചെയ്യാം. 2 കേട്ടോ, ഒന്നൊന്നല്ല. ഇന്നലെ നമ്മൾ 2 ടയർ പുതിയത് ഇട്ടു വണ്ടിക്ക് ഫ്രണ്ടിക്ക്. ഇന്ന് നമ്മൾ പഴയ 2 ടയർ ചെയ്യണം. ഒന്ന് ഫസ്റ്റ് കേസാണ്, ഫസ്റ്റ് ചെയ്യലാണ്. രണ്ടാമത്തത് നമ്മൾ 2 ട്രിപ്പാണ് ചെയ്യണത്. എന്തോരം കിട്ടുന്നറിയില്ല. കിട്ടുന്നതൊക്കെ ലാഭമെന്ന് വിചാരിക്കും. പൊട്ടിയാൽ പൊട്ടും. ഒരു പരീക്ഷണം. സാധാരണ അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി. പരിക്കില്ലാത്ത ഓട്ടൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ്. പെരിന്തൽമണ്ണ വന്നിട്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ചേട്ടാ എന്തൊക്കെയാണ് റീസോളിങ് സെറ്റാണ് ഇവിടെ. ടയർ റീസോളിങ്ങിൻ്റെ പരിപാടികൾ, മിഷനറികൾ. ഒക്കെ ഇതിനകത്താണ് കയറ്റി വെച്ചിട്ട് സെറ്റപ്പ് പരിപാടികൾ ചെയ്യണതാണ്.
ടയർ റീസോളിങ്ങിൻ്റെ പരിപാടിയിൽ നിന്ന് കേട്ടോ. ഇതിപ്പോൾ 2 ടയർ ഇതിനകത്ത് ഇറക്കിയിട്ടുള്ളൂ. നല്ല ചൂടുണ്ട്, സെറ്റാക്കി ഇറക്കിയിട്ടുള്ളൂ. അപ്പം ഇന്ന് പെരിന്തൽമണ്ണയ്ക്ക് നമ്മൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നറിയോ? ഉച്ചയ്ക്ക് മുമ്പ് പോന്നു. ഉച്ചയ്ക്ക് മുമ്പ് വന്നിട്ട് നമ്മൾ ഈ സാധനം ഇവിടെ കൊടുത്തു. ഈ സാധനം ഇവിടെ കൊടുത്തിട്ട് ഇപ്പം സമയം 6 മണിയായപ്പോഴേക്കും ഒക്കെ സെറ്റായിട്ടുണ്ട്. റിസോൾവ് ചെയ്ത് തന്നു. അപ്പോൾ ആ സമയം നമുക്ക് കുറച്ച് സമയം ബാക്കി ഉണ്ടായതുകൊണ്ട് ആ ഒരു 3-4 മണിക്കൂർ നമ്മൾ 4 മണിക്കൂറില്ലല്ലോ, 2-2.5 മണിക്കൂർ ഫുള്ള് പുറത്തായിരുന്നു. 2.5 അല്ല 3.5 മണിക്കൂറോളം പുറത്ത് കൂടെ കറങ്ങി. പെണ്ണും ഞാനും നമ്മളെ വ്ളോഗ് ചെയ്യുന്നതിന് വേണ്ടി 1-2 സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഒക്കെ നമ്മളിത് കാണിക്കും. ഇവിടെ ഒരു വീൽ ഓക്കെയാണ്. ഇതൊരു ഫസ്റ്റ് കേസ് ടയറാണ്. ഫസ്റ്റ് കേസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത് ചെയ്തതാണ്. ക്വാളിറ്റി ടയറാണ്. പക്ഷേ 2 ടയർ പുതിയ കിട്ടാട്ടോ, ഫ്രഷ് ഇട്ടാണ്. 2 ടയർ പുതിയ പറഞ്ഞാലേ ഇത് ഡേറ്റ് കഴിഞ്ഞ ടയറുണ്ട്. അത് ചെറിയ പൈസ കിട്ടിയപ്പോൾ അത് വാങ്ങിയിട്ടാണ്. അതിന് 4,200 റേറ്റ് വന്നത് ഒരെണ്ണത്തിന്. വെറും 4,200 രൂപയ്ക്ക് റേഡിയൽ ടയർ. ക്വാളിറ്റി എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പരീക്ഷണമാണ്. ഒരു ഗ്യാരണ്ടി അവ തന്നിട്ടില്ല. എന്തോ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ചെയ്യലുണ്ടോയെന്ന് എനിക്കറിയില്ല, എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇതുമ്പോൾ കമ്പനീൻ്റെ പേരൊന്നും ഉണ്ടാവില്ല, ഡേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഡേറ്റ് കഴിഞ്ഞ ടയറാണെന്ന് അവർ പറയണത്. അതുകൊണ്ടാണ് നമ്മളിത് ചെറിയ പൈസ കിട്ടിയപ്പം ഇത് സെറ്റാക്കിയത്. കമ്പനീൻ്റെ പേര് ഇതുമ്പോൾ ഉണ്ടാവില്ല, ഡേറ്റ് ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണ്. അപ്പോൾ ഫ്രഷ് ടയറിന് JKൻ്റെ ടയറാണെങ്കിലും അപ്പോളിൻ്റെ ടയറിന് 6,500 രൂപയാണ് ഫ്രഷ് ടയറിന്. റേഡിയൽ ടയറിന് ഇതിന് വെറും 4,200 രൂപയാണ് നമുക്കായത്. നോക്കാം, ഒരു 20,000 കിലോമീറ്റർ കിട്ടിയാൽ മതി, മുതലാവും. തോനൊന്നും വേണ്ട. നമുക്ക് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. ഞാൻ ഇതെല്ലാം ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാ പെണ്ണ് ഇവിടെ ഉണ്ട്. പെണ്ണിന്ന് ഉച്ചക്ക് മുമ്പ് നമ്മളെ വണ്ടി കയറി കൂടിയ കേട്ടോ. ഒന്ന് പെരിന്തൽമണ്ണ കൂടെ തെണ്ടി കിടക്കാൻ രണ്ടാളും. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ശരിക്കും ഞങ്ങൾ വീഡിയോ ഒന്നും ഉണ്ടാക്കാന്നുള്ള പ്ലാനിൽ ഇറങ്ങിയല്ല. ഞങ്ങൾ വെറുതെ വണ്ടിൻ്റെ ടയർ ചെയ്യാമെന്നും കുറച്ച് സമയം അങ്ങാടി കൂടെ കറങ്ങി നടക്കാമെന്നും 1-2 സാധനങ്ങളൊക്കെ വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയാണ്. നമുക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ കാണിക്കും കേട്ടോ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. പെണ്ണെന്താ അങ്ങാടി കൂടെ കറങ്ങിയിട്ട് തോന്നിയേ? നല്ലൊരു സദ്യ കഴിച്ചല്ലേ, അടിപൊളി ഫുഡ്. ഓ എൻ്റെ പൊന്നോ, ഒന്നും പറയാൻ വയ്യ. ആരും ഇല്ലാണ്ട് ഞങ്ങളുള്ള ഒറ്റക്കുള്ളൂ, മക്കളൊന്നുമില്ല. ചുമ്മാ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ കടന്നു, ടയർ ചെയ്തു, ചെറിയ എൻജോയ്മെൻറ്റും കിട്ടി, സിമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പുട്ടിങ് ഒരു കോഫി സിമ്പിളായിട്ട് നിങ്ങൾ പാത്തുന്നിരിക്കും. രാവിലെ വണ്ടി കയറി കൂടിയതാണ്, ഒപ്പണ് കൂടിയത്. ഞാനുണ്ടെന്ന് വിടൂല, നിങ്ങൾ എങ്ങോട്ടാ പോണിച്ചറിയണം എന്നൊക്കെ പറഞ്ഞു. കോളേജാരെ നമ്മളെ ജോലിക്ക് പോകുന്നത്. നമ്മളത് ഒരു മുതൽ കച്ചിലുണ്ടായപ്പോൾ അത് കൊണ്ടുനടക്കാൻ അതിൻ്റെ ഓക്ക് തിന്നാൻ പോകാൻ ഇതിന് തിന്നാൻ കൊടുക്കണ്ടേ. കോളേജാരെ ഓക്ക് മാത്രം തിന്നാൽ മതി. ഇതിന് ടയർ വേണം, ഇതിനെന്തെല്ലാം ചെലവുകൊണ്ട് കൊണ്ടുനടക്കണമെങ്കിൽ. 3 വർഷമായിട്ട് നമ്മളെ കൂടെ ഓളെക്കാളും ഞാൻ സ്നേഹിച്ചിൻ്റെ കൂടെ നിൽക്കുന്ന സാധനമാണിത്. കുണ്ടിലും കുഴിയിലും കൊണ്ടുപോയി ചാടിക്കാതെ. അൽഹംദുലില്ലാ ഓളും വണ്ടി ഒരേ മാതിരിയാണ്. നമ്മളൊപ്പമുണ്ട് കട്ടക്ക് അല്ലേ? ഇതുണ്ടോ വണ്ടി ഇല്ലാതെ എനിക്ക് പറ്റില്ല, പെണ്ണുമില്ലാതെ എനിക്ക് പറ്റില്ല, അറിയില്ലേ? അപ്പോൾ നമ്മൾ കോഫി കൂടിയും കുടിക്കണം. മേലാറ്റൂർ എത്തിക്കണേ. മേലാറ്റൂർ ഇവിടെ കട്ടനും കടി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ജ്യൂസ് മേക്കർ കട, ചായക്കടയൊക്കെ ഉണ്ട്. ഒരു ജ്യൂസ് കോർണറാണ്, ജ്യൂസി ടൈം എന്ന് പറഞ്ഞിട്ട് കട്ടനും കടി എന്ന കട. അവിടെ എല്ലാം അടിപൊളിച്ച കോഫിയും ചായയൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. വാവ നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. വാവ എന്താ കൊണ്ടുവരണമെന്നാണ് ചോദിച്ചു. വാവക്ക് എന്താ വാങ്ങിക്കണമെന്ന് ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചാൽ പോലെ വാവച്ചിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വാവച്ചിക്കുള്ള നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാവച്ചിക്കുള്ള ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി അതുകൂടിയും കൂടി വാവൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കട്ടെ. വാവനെ ഒറ്റക്കന്നെ കഴിക്കാൻ വിടാൻ പറ്റില്ല. 10 മണികളെന്ന് നമുക്ക് നമ്മളെ വ്ളോഗിങ്ങിന് ആവശ്യമായ 2 സംഗതികൾ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ
ഇതെന്താണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥ എന്നറിയില്ല, നമുക്ക് തുറന്ന് നോക്കാം. ഇത് മൈക്കയാണ്, മൈക്ക അല്ലേ. ഒക്കെ വലിയൊരു സംഖ്യൻ്റെ ഒന്നുമില്ല, ഒക്കെ ഒരു പാത്ര റേറ്റിലുള്ള മൈക്ക് നമ്മൾ വാങ്ങിക്കണേ. അതുപോലെ മറ്റേ സ്റ്റിക്ക്, മറ്റേ സാധനം ഉണ്ടോ, എന്താ സാധനം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു മൈക്ക് ഉണ്ട് കേട്ടോ. ഫോൺ സെറ്റാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് നമ്മൾ കുറേ നാളായിട്ട് വാങ്ങണം ഇങ്ങനെ വിചാരിക്കും, പക്ഷെ അതിമക്കൾ ചെല്ലലില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും നോക്കില്ല. കുറേ നാളത്തെ ഒരു മനസ്സിൽ കരുതിയ ഒരു സംഗതിയാണ്. അപ്പോൾ അതും കൂടെയാണ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. നല്ല സാധനം സെറ്റിലാ ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ. കണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാളായിട്ട് നമുക്ക് കിട്ടാൻ ആഗ്രഹിച്ച സാധനം കേട്ടോ. അപ്പം നമ്മളെ വാവച്ചി ഇത് നമുക്ക് സെറ്റാക്കി തന്നാണ്. അപ്പം എങ്ങനെയുണ്ട് സംഗതി, സെറ്റല്ലേ? ഇപ്പം നമ്മൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. യൂട്യൂബ് തുടങ്ങിയത് മുതൽ 1 വർഷം ആയിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സംഗതികളൊക്കെ വേണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സാധിച്ചു. മൈക്ക അപ്പോൾ ഒരു യൂട്യൂബർ അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ഇതിൻ്റെ അപ്പോൾ മുതലുള്ള നമ്മളെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ സഫലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ കൂടെ കൂടുക. നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ടാവും, നിങ്ങൾ സഹകരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് വളരെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യുക.